ഈ റേസിസം എക്സ്പീരിയൻസ് തന്നെ യൂണിവേഴ്സിറ്റികളിലാണോ ഉണ്ടാവുക? എനിക്ക് പേഴ്സണലി ബോസ്റ്റണിൽ വെച്ചിട്ട് ഒരുപാട് റേസിസം, നിങ്ങളല്ലേ 9/11 വന്ന് പൊട്ടിച്ചേ എന്നുള്ള ഒരു കമന്റ് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഫുൾ രാത്രി ഗൺ ഷോട്ട്സും അങ്ങനത്തെ ഒരു ഷെയ്ഡി പ്ലേസിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പും പേഴ്സും ഒക്കെ കൊണ്ടിട്ട് പോകുക. കാരണം എൻ്റെ വീട് സുഖമായിട്ട് ബ്രേക്ക് ഇൻ ചെയ്യാൻ പറ്റും. ഇൻ മോസ്റ്റ് കേസസ് എനിക്ക് അപ്പം തന്നെ റിപ്ലൈ കിട്ടാറില്ല. അപ്പം ഞാനും ആ ഒരു പ്രഷർ, സൊസൈറ്റി പ്രഷറിലേക്ക് പോയി. ഇന്ത്യൻസിന് അത് കമ്പൽസറി ആണ്, കാരണം അവർ ട്രസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് ഇംഗ്ലീഷ് അറിയുമല്ലോ. ഇപ്പോൾ ഒരുവിധം ഇന്റർനാഷണൽ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് അറിയാം ഐസർ ഇസ് ഡിഫറെന്റ് ഫ്രം ഇന്ത്യ. അപ്പോൾ PhD അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് JEE അഡ്വാൻസിൻ്റെ അത്ര ഹാർഡ് അല്ല, പക്ഷേ JEE മെയിൻസ് പോലെ തന്നെ സിമിലർ ആണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഹലോ എവരിവൺ, ഇന്ന് നമ്മളുടെ കൂടെ ഗസ്റ്റായി ജോയിൻ ചെയ്യുന്നത് കൃഷ്ണാനന്ദാണ്. കൃഷ്ണാനന്ദ് ഐസറിലാണ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കിയത്. ഇപ്പോൾ US വിർജീനിയ ടെക് യൂണിവേഴ്സിറ്റിയിൽ PhD പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് വെൽക്കം ചെയ്യാം കൃഷ്ണാനന്ദിനെ. സോ ഹായ് കൃഷ്ണാനന്ദ്, ആദ്യം തന്നെ താങ്ക് യു ഫോർ ജോയിനിങ് us ടുഡേ. അപ്പം ആദ്യമായിട്ട് കൃഷ്ണാനന്ദിന് ഞാനൊരു ഇൻട്രൊഡക്ഷൻ നമ്മളുടെ ഓഡിയൻസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. കൃഷ്ണാനന്ദ് സ്വന്തം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ നമ്മളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്? ഒരു ഐസർ മുതൽ ഇപ്പം വിർജീനിയ ടെക്കിലുള്ള ഈ ഒരു PhD പൊസിഷൻ വരെയുള്ള ഈ ഒരു ജേർണി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഐസറിൽ ആദ്യം ഫിസിക്സ് മേജർ ആയിരുന്നു, പിന്നെ മാത്സ് മൈനർ ആയിരുന്നു. അപ്പോൾ ഐസറിൽ ആദ്യത്തെ 2 വർഷം നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സ് എടുക്കാൻ പറ്റും, എല്ലാവർക്കും അറിയാം. 3rd ഇയർ മുതൽ ഒരു മേജർ എടുക്കാൻ പറ്റും. സോ ഞാൻ ചൂസ് ചെയ്ത മേജർ ഫിസിക്സ് ആയിരുന്നു, പിന്നെ മൈനർ ഞാൻ ചൂസ് ചെയ്തത് മാത്സ് ആയിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൈനൽ ഇയർ കഴിഞ്ഞിട്ട് 1 വർഷം ബ്രേക്ക് എടുത്തു. 1 വർഷം ഞാൻ അവിടെ റിസർച്ച് പ്രോജക്ട് സ്റ്റുഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു. എൻ്റെ മാസ്റ്റർ തീസിസ് അഡ്വൈസറിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തത്, ബിന്ദു സർ, സാഹു സർ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്, US അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ US അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം നോർത്ത് ഈസ്റ്റേൺ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ അവിടെ 1 ഇയർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ 2nd ഇയർ ഞാൻ വിർജീനിയ ടെക്കിലേക്ക് ട്രാൻസ്ഫർ ആക്കി മാറി. ഇപ്പം ഞാനിവിടെ PhD ചെയ്യുന്നു, ഹൈ എനർജി ഫിസിക്സ്, ക്വാണ്ടം ഗ്രാവിറ്റി, ക്വാണ്ടം ഇൻഫർമേഷൻ, അതിൻ്റെയൊക്കെ ഒരു ഇൻ്റർസെക്ഷൻ ടോപ്പിക്കിൽ ഞാനിപ്പോൾ PhD ചെയ്യുന്നു. അപ്പോൾ കൃഷ്ണാനന്ദ് ഒരു തിയററ്റിക്കൽ ഫിസിക്സിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അതെ. അപ്പോൾ ഈ തിയററ്റിക്കൽ ഫിസിക്സിൽ ഒരു റിസർച്ച് പെർസ്യൂ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു സ്പാർക്ക് എവിടെ നിന്നാണ്? ഈ ഐസർ എന്നുള്ള ഒരു ജേണിയുടെ ഭാഗം തന്നെയായിരുന്നു, അതോ അതിനുശേഷം കണ്ടെത്തിയ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു തിയററ്റിക്കൽ ഫിസിക്സിനോടുള്ള ഒരു ഇൻട്രസ്റ്റ്? ഓക്കെ, ആദ്യം ഞാൻ ഫിസിക്സിലൊക്കെ എങ്ങനെ ഇൻട്രസ്റ്റ് ആയെന്ന് പറയാം. അത് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ ടീച്ചർ ഫിസിക്സ് ടീച്ചറായിരുന്നു. ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എപ്പോഴും ഒരു എക്സ്പെരിമെൻറ്റ് കൊണ്ടിട്ടാണ് വരിക. നമ്മൾ ഏതൊരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ടീച്ചർ അതൊരു കുഞ്ഞ് എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ പോലും അതൊരു ഭയങ്കര ഇൻട്രാക്റ്റീവ് വേയിൽ നമുക്ക് സ്റ്റുഡൻസിന് അത് പ്രസൻറ്റ് ചെയ്ത് തന്നിട്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ സോളാർ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഗ്രാവിറ്റി, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് സണ്ണിന് ചുറ്റും എർത്ത് ചുറ്റുന്നത്, വൈ ഇസ് ദിസ് സോ? ടീച്ചർ എപ്പോഴും നമ്മളെ കൊണ്ട് വൈ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടത്. അങ്ങനെ ക്യൂരിയസ് ആയിട്ട് എപ്പോഴും ഇരിക്കണം എന്നുള്ളൊരു തോട്ടിലാണ് ടീച്ചർ എപ്പോഴും ക്ലാസ്സിലേക്ക് വന്നിട്ട് ആ ക്ലാസ്സസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ +1 +2 ആ സമയത്ത് അറിയാലോ എല്ലാവരും JEE IIT NIT ആ ഒരു പ്രഷറിലേക്കാണ് പോകുക. അപ്പം ഞാനും ആ ഒരു പ്രഷർ, സൊസൈറ്റി പ്രഷറിലേക്ക് പോയി. കാരണം JEE IIT ആ സമയത്ത് ഐസർ അത്ര ഭയങ്കര പേര് കേട്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു പോപ്പുലർ അല്ലായിരുന്നു. പക്ഷേ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എന്നൊരു പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റി അത് അപ്പോഴും ഉണ്ട്. അങ്ങനെ NIT IIT അതിലേക്ക് പോയ സമയത്ത് ഞാൻ ആ സമയത്ത് കൂടുതൽ എഞ്ചിനീയറിങ് ആ ഫീൽഡിലേക്കാണ് JEE പ്രിപ്പറേഷനൊക്കെ ആയിട്ട് പോയത്. അപ്പോൾ ഐസർ എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടേ നമ്മുടെ മനസ്സിലില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ NIT കാലിക്കറ്റിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സിന് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഐസർ എഴുതിയ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഐസർ കിട്ടിയപ്പോൾ ഞാൻ ഐസറിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഐസറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും റിസർച്ച് എന്താണ്, നമ്മൾ ഇത്രയും നാളും കണ്ട സയൻസ് അല്ല, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. The way they are doing science is totally different. അതിനൊരു ഒരു പർട്ടിക്കുലർ സിസ്റ്റമാറ്റിക് വേ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. തിയററ്റിക്കൽ ഫിസിക്സിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഇൻറ്റേൺഷിപ്പ് ചെയ്തത് ഐസറിൻ്റെ ഭാഗമായിട്ട് എല്ലാ സമ്മറിലും ഇൻറ്റേൺഷിപ്സ് അല്ലെങ്കിൽ സമ്മർ പ്രൊജക്ട്സ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ സമ്മർ പ്രൊജക്റ്റ് ചെയ്തത് ഒരു എക്സ്പെരിമെൻ്റൽ ലാബിലായിരുന്നു. ഒരു ആനന്ദ് സാർ എന്ന് പറഞ്ഞിട്ടൊരു IIT കാൺപൂരിലെ ഒരു പ്രൊഫസറിൻ്റെ ലാബിലായിരുന്നു ചെയ്തത്. 2017 സമ്മർ, മെയ്, നമ്മുടെ സെക്കൻഡ് ഇയർ, നമ്മുടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടുള്ള സമ്മർ.
അപ്പോൾ അവിടെ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് നന്നായിരുന്നു, അത്യാവശ്യം നന്നായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബിന്ദുസാർ സാഗുവിനടുത്ത് ജോയിൻ ചെയ്തു. തിയറട്ടിക്കൽ ഫിസിക്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ റിലേറ്റിവിറ്റി ആയിരുന്നു സാർ ആദ്യം വായിക്കാൻ തന്നത്. അത് വായിച്ചപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ടോട്ടലി മാറി. കൂടുതലും ഗ്രാവിറ്റി, ജനറൽ റിലേറ്റിവിറ്റി ആ സൈഡിലോട്ടായി. പിന്നീട് ഞാൻ അങ്ങോട്ട് ചെയ്ത പ്രൊജക്ട്സ് മൊത്തം ആ ഒരു ഫീൽഡായി ബന്ധപ്പെട്ടുള്ളായിരുന്നു. അപ്പോൾ ഗ്രാജുവലി ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴേക്കും അതിലേക്കുള്ള ഇൻട്രസ്റ്റ് കൂടി 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 വന്നിട്ട് അവസാനം PhD ചെയ്യാൻ ഈ ഫീൽഡ് തന്നെ പെർസ്യൂ ചെയ്യാൻ ഞാൻ ഡിസൈഡ് ചെയ്യാനുണ്ടായി. ഇതായിരുന്നു ആ ഒരു തിയറട്ടിക്കൽ ഫിസിക്സിലേക്കുള്ള ഒരു പാത്ത്, ഒരു യാത്ര എന്ന് പറയുന്നത്. യാ. അപ്പോൾ ഈ ഐസറിലുള്ള ഒരു എക്സ്പീരിയൻസ്, അത് അക്കാഡമിക്സ് ആയിക്കോട്ടെ, റിസർച്ചിനോടുള്ള ഒരു താല്പര്യം ആയിക്കോട്ടെ, അതൊക്കെ കൃഷ്ണാനന്ദത്തിൽ മോൾഡ് ചെയ്യുന്നതിൽ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഐസർ നമ്മൾ ജോയിൻ ചെയ്താൽ തന്നെ സാധാരണ ഒരു സയൻസ് യൂണിവേഴ്സിറ്റി പോലെയല്ല ഐസർ സ്റ്റുഡൻസിനെ മോൾഡ് ചെയ്യുക. നമുക്ക് അക്കാഡമിക്സിന്റെ കൂടെ തന്നെ റിസർച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും ഉണ്ട് അവിടെ. പിന്നെ അവിടുത്തെ അക്കാഡമിക്സ് തന്നെ ഭയങ്കര സ്ട്രോങ് ആണ്. എന്ന് വെച്ചാൽ അതിപ്പോൾ നമ്മൾ PhD ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഞാനിവിടെ US PhD ചെയ്യുന്നത്. വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരുപാട് കോഴ്സസും കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഐസറിൽ അതൊക്കെ ഓൾറെഡി കവേർഡ് ആണ്. പക്ഷെ വേറെ കൺട്രീസിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അത് കുറച്ച് ടഫായിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അവർ ഓൾറെഡി അത് കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഐസറിന്റെ സിലബസ് തന്നെ അത്യാവശ്യം റിഗ്രസ് ആണ് അക്കാഡമിക് വൈസ്. അതിന്റെ കൂടെ തന്നെയാണ് അവർ റിസർച്ച് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും പോരാഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്റേൺഷിപ്പ്, സമ്മർ പ്രോജക്ട്സ്. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തത് എക്സ്പെരിമെന്റൽ ഫിസിക്സിലായിരുന്നു. പക്ഷെ അതിനെക്കാട്ടും എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയത് ഗ്രാവിറ്റി സൈഡായിരുന്നു. അപ്പോൾ ആ ഒരു ചേഞ്ച് എനിക്ക് ഉണ്ടാക്കാൻ സഹായിച്ചത് ഞാൻ ചെയ്ത പ്രൊജക്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ആ പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഇപ്പോൾ ഫിസിക്സ് തന്നെ എടുക്കുകയാണെങ്കിൽ ഫിസിക്സിൽ ഒരുപാട് സബ് ഫീൽഡ്സ് ഉണ്ട്. എനർജി ഫിസിക്സ്, കണ്ടൻസ് മാറ്റർ, ക്വാണ്ടം ഇൻഫർമേഷൻ. അപ്പോൾ അതിൽ തന്നെ ഏത് സബ് ഫീൽഡാണ് ചൂസ് ചെയ്യുക എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നമ്മളിങ്ങനെ ഓരോ പ്രൊജക്ട്സ് ചെയ്യുമ്പോഴാണോ, ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഒരുപാട് സബ് ഫീൽഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു സ്കോപ്പ് ഐസറിൽ ഉണ്ടായിരുന്നു. ഞാൻ വന്നത് ഫിസിക്സ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഫിസിക്സ് എടുക്കാൻ ചില ആൾക്കാർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല ഏത് മേജർ എടുക്കേണ്ടതെന്ന്. അവർക്ക് ഈ ഫസ്റ്റ് 2 years കൊണ്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഏത് മേജറിലേക്കാണ് പോവേണ്ടത്. മാത്സ് എടുക്കാമെന്ന് വിചാരിച്ചു വന്നാൽ കുറച്ച് ആൾക്കാർ ഇപ്പോൾ കെമിസ്ട്രിയിലേക്ക് മാറിയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട് മാറിയിട്ടുണ്ട്. സോ അതൊക്കെ അതൊക്കെയാണ് ഫാബിയും തന്നെ കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞ കാര്യമായിരുന്നു. ഫാബി ഐസറിലേക്ക് എത്തുന്നത് മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ഒരു ഇൻട്രസ്റ്റ് പതുക്കെ നഷ്ടപ്പെട്ടു. പാരലലി ബയോളജിയിൽ ഇൻട്രസ്റ്റഡ് ആയി. അപ്പം ആക്ച്വലി നമ്മൾ ഒരു ഓർഡിനറി കോളേജിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അത് പറ്റാത്തൊരു കാര്യമാണ്. എക്സാക്ട്ലി. അപ്പം കൃഷ്ണാനന്ദിന് ഒരു തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് ആവാനുള്ള ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടല്ലോ. ആ ഒരു ടേണിംഗ് പോയിന്റ് കൃത്യമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസിന് അതിന് അറൗണ്ട് ഉണ്ടോ? അതായത് ഒരു സ്പെസിഫിക് പോയിന്റിലാണ് എനിക്ക് ഓക്കെ തിയററ്റിക്കൽ ഫിസിക്സ് ആണ് എനിക്ക് വർക്ക് ചെയ്യുന്നത് എന്ന് തോന്നുന്ന ഒരു പോയിന്റ് ഉണ്ടായിട്ടുണ്ടോ? ഗ്രാജുവൽ ആയിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഓർക്കുമ്പോൾ ഒരു പോയിന്റ് ഉണ്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഇന്റേൺഷിപ്സ് ഞാൻ ചെയ്തിരുന്നത് ക്വാണ്ടം ഇൻഫർമേഷനിലായിരുന്നു, എക്സ്പെരിമെന്റ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ സെക്കൻഡ് ഇന്റേൺഷിപ്പും അപ്ലൈ ചെയ്യുന്നത് ആ ഫീൽഡിലായിരിക്കും. കാരണം വൺ ഓഫ് ദ ഫാക്ടർ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ആൾക്കാർ ഈ സ്റ്റുഡന്റിന് അതേ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരെ എടുക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഞാൻ അപ്ലൈ ചെയ്ത ഒരു ഇന്റേൺഷിപ്പ് ക്വാണ്ടം ഇൻഫർമേഷനിലായിരുന്നു. അപ്പോൾ ആ ഇന്റേൺഷിപ്പിന് ഞാൻ സെലക്ട് ആയി. പക്ഷേ ലാസ്റ്റ് നിമിഷം ഒരു നമ്മുടെ സെമസ്റ്റർ കഴിയാറൊക്കെ ആകുമ്പോഴേക്കും അവർ ആ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്തിട്ട്, ഓൾറെഡി പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്തു, സോ ഇന്റേൺഷിപ്പ് ഇല്ല എന്ന് ആ പ്രൊഫസറിന്റെ ഫണ്ടിങ് ക്യാൻസൽ ആയിപ്പോയി. സോ ആ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഓൾറെഡി ഇന്റേൺഷിപ്സ് ഒക്കെ ഫില്ലായി കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞാൻ TIFR മുംബൈയിൽ ഒരു ടെജീന്ദ്ര പാൽ സിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊഫസറിന് ഇമെയിൽ അയച്ചു, എനിക്ക് ഈ ടോപ്പിക്കിൽ വർക്ക് ചെയ്യാം. ആ സാറിന്റെ ടോപ്പിക് ക്വാണ്ടം ഗ്രാവിറ്റി ആയിരുന്നു. ആ ടോപ്പിക്ക് എനിക്ക് കുറച്ചും കൂടെ വായിച്ചപ്പോൾ ഇൻട്രസ്റ്റ് ആയി തോന്നി. പക്ഷെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, ഞാനൊരു ഇമെയിൽ അയച്ചപ്പോൾ സാർ പറഞ്ഞു ഓക്കെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ TIFR പോയി. അപ്പോൾ ബേസിക്കലി അവിടെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാർ റിട്ടയർ ചെയ്യാൻ പോകുന്ന സാറായിരുന്നു. ലൈക്ക് 1 year കൂടി ഉണ്ടായിരുന്നുള്ളൂ. സാറിന് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആരുമില്ല. സാർ എടുത്തേക്കുന്നത് ഒരു 7-8 മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ BSMS ചെയ്യുന്ന സ്റ്റുഡൻസിനെയാണ് സാർ എടുത്തേക്കുന്നത്. ഞാൻ സാറിന് ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു, ഒരു അടിപൊളി പ്രൊജക്ട് ഉണ്ടായിരുന്നു. അത് വർക്കാവോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു. പക്ഷേ സാറ് അത് നമുക്ക് തന്നു. സോ ആ ഒരു പോയിന്റിൽ ഒരു 3 മാസം ഞാൻ TIFR വർക്ക് ചെയ്ത സമയത്ത് ഫുൾ ടൈം ഡിസ്കഷൻസും ഞങ്ങളുണ്ടായിരുന്ന റൂമിൽ ഒരു 5-6 ബോർഡൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് എഴുതും. സാറിനെ എല്ലാ ദിവസം മീറ്റ് ചെയ്യും. സാറ് വന്ന് ഇക്വേഷൻ സോൾവ് ചെയ്യും. സോ ആ സമയത്ത് ഞാൻ ആ തിയറട്ടിക്കൽ ഫിസിക്സിന്റെ എസൻസ് ശരിക്കും മനസ്സിലായ സമയത്ത്, ഇക്വേഷൻ സോൾവ് ചെയ്യലും അല്ലെങ്കിൽ കൂടുതൽ ആലോചിച്ചെടുക്കുന്നതും റിസർച്ച് എന്താണെന്ന് ആ സമയത്താണ് ശരിക്കും എനിക്ക് മനസ്സിലായത്.
അപ്പോൾ ആ ഒരു ഇന്റേൺഷിപ്പാണ് എനിക്ക് ആക്ച്വലി ഭയങ്കര ബെനിഫിഷ്യൽ ആയത് ആ സമയത്ത്. അതൊരു വൺ ഓഫ് ദ പോയിന്റ് ആണ്. പിന്നെയും ഞാൻ അതിലേക്ക് വന്നത് ബിന്ദു സാർ ഒരു ഫാക്ടറാണ്, എൻ്റെ തീസിസ് അഡ്വൈസർ. സാറും ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടോപ്പിക്കിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാറ് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് ഉണ്ടാവുന്ന ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു ഗ്രാജുവൽ പ്രോസസ്സായിരുന്നു തിയറട്ടിക്കൽ ഫിസിക്സിലേക്ക് വന്നത്. അപ്പം ഈ ഒരു ടോക്കൊക്കെ കേട്ടിരിക്കുന്ന സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്, കൃഷ്ണാനന്ദനെയൊക്കെ പോലെ പുറത്തൊക്കെ പോയിട്ട് PhD ഒക്കെ ചെയ്ത് തിരിച്ചു വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്ത് വേ ആണ് ശരിക്കും ഐസർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ആദ്യമായിട്ട് ഈ സ്റ്റുഡൻസിന്റെ ഒക്കെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഐസറിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും. അപ്പൊ ഈ ഐസറിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കൃഷ്ണാനന്ദിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? പ്രത്യേകിച്ച് അവരുടെ പ്രിപ്പറേഷന്റെ ഒക്കെ ആസ്പെക്റ്റില് കൃഷ്ണാനന്ദിന് എന്ത് അഡ്വൈസ് ആണ് ആ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഓക്കെ, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പൊ തൊട്ട് പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയാം. അവർ മാക്സിമം സയൻസ് ക്യൂരിയോസിറ്റിയും സയൻസ് എക്സിബിഷൻസ് പങ്കെടുക്കുക, അല്ലെങ്കിൽ സയൻസിനോട് അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ എക്സിബിഷൻസിനും അല്ലെങ്കിൽ അത്ര പ്രൊജക്റ്റ് ചെയ്യാനും ഒക്കെ പോവും. അത് അവരുടെ ക്യൂരിയോസിറ്റി ഡ്രിവണായി അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൻഡ് പിന്നെ അവർ +1 +2 എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഐസർ തന്നെ പോകണം, അല്ലെങ്കിൽ റിസർച്ച് വഴി തന്നെ പോകണം എന്ന് അവർക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അത് ആക്ച്വലി JEE മെയിൻസിന് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ JEE അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ പ്രിപ്പയർ ചെയ്താൽ മതി. കാരണം ആക്ച്വലി ഐസറിന് 3 വഴി ഉണ്ടായിരുന്നു എൻട്രൻസിന്. വൺ ഓഫ് ദ വേസ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് JEE മെയിൻസ് അല്ലെങ്കിൽ JEE അഡ്വാൻസിന് അത്ര ഹാർഡ് അല്ല, പക്ഷെ JEE മെയിൻസ് പോലെ തന്നെ സിമിലർ ആണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പൊ അതിന് ബയോളജി ഉണ്ട് എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവർ NCERT നന്നായി പഠിക്കുക, പിന്നെ എക്സ്ട്രാ JEE മെയിൻസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നോ അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഉണ്ടായിരുന്നത് KVPY ആയിരുന്നു, അത് ഗവൺമെന്റ് ഒഴിവാക്കി. പിന്നെയുള്ള നെക്സ്റ്റ് സ്ട്രീമാണ് JEE അഡ്വാൻസിന് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ ആ റാങ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഐസറിലേക്ക് കയറാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ബേസിക്കലി ഇതന്നെ, JEE മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. പക്ഷേ വൺ ഓഫ് ദ തിങ് ഇസ് സയൻസിലേക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഐസറിലേക്ക് വരാൻ പാടുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ കുറേ സ്റ്റുഡൻസ് ഐസർ പ്രസ്റ്റീജിയസ് ആയതുകൊണ്ട് മാത്രം ജോബ് കിട്ടും എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് മാത്രം വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ടൈം ബീയിങ് ഐസറിൽ അവർ ഗ്രാജുവേറ്റ് ആയി പോവും. പക്ഷെ പോയി കഴിഞ്ഞാൽ അവർക്ക് റിസർച്ചിനോട് ഒരു താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ചെയ്യാൻ പറ്റില്ല എന്നല്ല, കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതെ. ഇപ്പൊ കൃഷ്ണാനന്ദ് പറഞ്ഞു ഹൈസ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സയൻസ് ഫെയർ, സയൻസ് എക്സിബിഷൻ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പങ്കെടുക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. നമ്മളുടെ ഐസറിലും ഉണ്ടായിരുന്നല്ലേ ഈ സയൻസ് ഫെസ്റ്റ് പോലെ അന്വേഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിലൊക്കെ സ്ഥിരം പങ്കെടുക്കുന്ന ആളായിരുന്നു കൃഷ്ണാനന്ദ് എന്നുള്ളത് എനിക്കറിയാം. അപ്പം ഇതുപോലെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ റിസർച്ച് പ്രൊജക്റ്റ്, കൃഷ്ണാനന്ദൊക്കെ ചെയ്ത പോലത്തെ ഇന്റേൺഷിപ്പുകൾ ഇപ്പൊ PhDക്ക് പോകുമ്പം ഏതെങ്കിലും രീതിയിൽ ഗുണം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ നമ്മളൊരു PhD അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വൺ ഓഫ് ദ ഫാക്ടേഴ്സ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. അപ്പോൾ അതിൽ നമ്മൾ എത്ര നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് നോക്കും. ഇപ്പോൾ 2 അപ്ലിക്കേഷൻ ഒരുമിച്ച് വന്നു, ഇറ്റ്സ് ഈക്വലി സ്ട്രോങ്. അങ്ങനെയാണെങ്കിൽ അവർ പിന്നെ നോക്കുന്നത് ആ സ്റ്റുഡൻസിന് എത്ര സോഫ്റ്റ് സ്കിൽസ് ഉണ്ടെന്നാണ്. ഇപ്പോൾ അന്വേഷ പോലത്തെ സംഭവങ്ങൾ, വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഐസറിൽ അത്രയും ഹെക്ടിക് ഷെഡ്യൂളിനിടയ്ക്ക് ഈ അന്വേഷ പോലത്തെ ഫെസ്റ്റും കാര്യങ്ങളും നമ്മളൊരു ഡീവിയേഷനാണ്, ഒരു കൈൻഡ് ഓഫ് റിലാക്സേഷനാണ് ആ ഒരു വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ PhDക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ട, അല്ലെങ്കിൽ റിസർച്ചർ ആകുമ്പോൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു റിസർച്ചിൽ അക്കാഡമിക് വൈസും റിസർച്ച് വൈസും മാത്രം അടിപൊളിയായ പോരാ, സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇതാണ് സയൻസ്, ദിസ് ഈസ് ദ റിസൾട്ട് ദാറ്റ് വി ആർ ഗെറ്റിംഗ്. അതൊരു സിമ്പിൾ ഫോമിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. പിന്നെ അവർക്ക് റൈറ്റിംഗ് സ്കിൽസ് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ മാനേജ്മെൻറ്റ് സ്കിൽസ് വേണം. അവരൊരു PI ആവാണ്, അവർ ഫ്യൂച്ചറിലൊരു പ്രൊഫസർ ആവാണ്, അവരുടെ ഇടയിൽ PhD സ്റ്റുഡൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരൊരു അത്യാവശ്യം നന്നായി അവരെ മാനേജ് ചെയ്യാനുള്ള സ്കിൽസും പഠിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ലേറ്റർ ഓരോ ഫിസിക്സ് അല്ലെങ്കിൽ ഓരോ പ്രൊഫസേഴ്സ് കോൺഫറൻസസ് ഓർഗനൈസ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കും നമ്മൾ ഈ സയൻസ് അല്ലെങ്കിൽ ഫെസ്റ്റുകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. PhD അപ്ലിക്കേഷൻ്റെ അതിലേക്ക് വരുമ്പോൾ അത് ഇമ്പോർട്ടൻസ് വരുന്നത് ഈ കാര്യങ്ങൾ, അതിന് കുറച്ച് വെയിറ്റേജ് വരും. എത്ര മാനേജ്മെൻറ്റ് സ്കിൽസ് ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ അന്വേഷയിലൊരു എക്സ്പോ കോർഡിനേറ്റർ ആണെന്ന് പറയുകയാണെങ്കിൽ അതിനൊരു വെയിറ്റേജ് ഉണ്ടായിരിക്കും, അതിനൊരു വെയിറ്റേജ് പോയിന്റ് ഉണ്ടായിരിക്കും അപ്ലിക്കേഷൻ വൈസ് അവർ നോക്കുമ്പോൾ. പക്ഷെ അതും ഡിപ്പെൻഡ്സ് ഓൺ യൂണിവേഴ്സിറ്റീസ്, അത് മാറിക്കൊണ്ടേയിരിക്കും.
ഇപ്പൊ ഐസറിൽ ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും, അതേപോലെ കേരളത്തിൽ MSc ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പം കൃഷ്ണാനന്ദിന്റെ പോലെ ഒരാൾ വന്ന് ഇരുന്ന് സംസാരിക്കുമ്പം ഓക്കെ പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്, അതുപോലെയൊക്കെ പുറത്തേക്ക് പോകണം, അബ്രോഡ് പോയിട്ട് ഒരു ഇന്റർനാഷണൽ നെറ്റ്വർക്ക്സ് ഉണ്ടാക്കണം എന്ന് ഒരുപാട് പേർക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അവരുടെ അണ്ടർ ഗ്രാജുവേഷൻ ലെവലിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? രണ്ട് ഓഡിയൻസിനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഐസർ പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, ഇനി പുറത്ത് സാധാരണ MScക്ക് പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവും അല്ലേ? അപ്പം അവർക്കൊക്കെ എങ്ങനെയാണ് പുറത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? അവർ പോകേണ്ട ഒരു വഴി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ PhD അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് SOP എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. നിങ്ങൾ എന്തിന് റിസർച്ച് ചെയ്യാൻ പോകുന്നു, നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തു, വൈ വി ഷുഡ് ടേക്ക് യു ആസ് എ PhD സ്റ്റുഡൻറ്റ്. അതാണ് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അത് നമ്മളൊരു സ്റ്റോറി പോലെ എഴുതണം. സ്റ്റോറി പോലെ എഴുതണമെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ ഐസറിൽ ജോയിൻ ചെയ്തു, ഇന്ന സ്ഥലത്തൊരു PhD ചെയ്തു, ഇന്ന സ്ഥലത്തൊരു പ്രൊജക്റ്റ് ചെയ്തു, പിന്നെ ആ പ്രൊജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സോ ഐ ജംപ് ടു അനദർ പ്രൊജക്റ്റ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, സോ ഐ കീപ് ഡൂയിങ് സിമിലർ പ്രൊജക്ട്സ്. അങ്ങനെ ഒരു സ്റ്റോറിയാണ്. സോ അത് ബിൽഡ് ചെയ്യാണെന്നുള്ളതാണ് അണ്ടർഗ്രാഡ് ലെവൽ എല്ലാവരും ചെയ്യേണ്ടത്. അത് ബിൽഡ് ചെയ്യാനുള്ള ഫാക്ടേഴ്സാണ് ഫസ്റ്റ് തിങ് റിസർച്ച് പ്രോജക്ട്സ് മാക്സിമം ചെയ്യുക. സമ്മറിൽ അല്ലെങ്കിൽ വിൻ്റർ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഗോ ഫോർ ഏതെങ്കിലും ഇന്റേൺഷിപ്സിനോ അല്ലെങ്കിൽ സമ്മർ പ്രൊജക്ട്സ് ചെയ്യാൻ പോവുക. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഐസറിൽ നമ്മളുണ്ടായിരുന്നേക്കാട്ടും കൂടുതൽ ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി തുടങ്ങുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഡാഡ് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ മൈടാക്സ് അല്ലെങ്കിൽ ഒരുപാട് ഇന്റർനാഷണൽ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്റർനാഷണൽ ഇല്ലെങ്കിൽ തന്നെ പ്രസ്റ്റീജിയസ് ഇന്ത്യൻ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഫോർ അണ്ടർഗ്രാഡ് സ്റ്റുഡൻസ്. അത് മാക്സിമം ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി വൺ ഓഫ് ദ ക്രൈറ്റീരിയ കറക്റ്റ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ PhDക്ക് വേണ്ട സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. നമ്മൾ വർക്ക് ചെയ്ത പ്രൊഫസേഴ്സിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു 3 ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ അവർ സബ്മിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പ്രൊജക്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ PAസിനോട് നമ്മൾ നന്നായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരോട് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ റിക്വസ്റ്റ് ചെയ്യാം. സോ അവർ നമ്മളെ പറ്റി നല്ലത് എഴുതി കൊടുത്താൽ അതൊരു വൺ ഓഫ് ദി ഫാക്ടറാണ് ഫോർ PhD അഡ്മിഷൻ. അത് ഭയങ്കര വെയിറ്റേജ്. കാരണം നമ്മൾ പറയുന്ന പോലെ അല്ലല്ലോ. നമ്മൾ SOPയിൽ എന്ത് വേണമെങ്കിലും എഴുതി വെക്കാം, അത് അവർ വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണമെങ്കിലും തള്ളി വെക്കാം. പക്ഷെ അവർക്ക് അത് വിശ്വസിക്കണമെങ്കിൽ അത് ഒരാളത് വാലിഡേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ SOP പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റെസ്യൂമെ നല്ല രീതിയിൽ എഴുതുക. ഒരു ഫോമാറ്റ് ഒക്കെ ഉണ്ട്, കുറേ ഒരു പെർട്ടിക്കുലർ ഫോമാറ്റ് ഉണ്ട് എല്ലാ യൂണിവേഴ്സിറ്റിയിലും സബ്മിറ്റ് ചെയ്യാൻ. ആ ഫോമാറ്റിൽ തന്നെ റെസ്യൂമെ നല്ല രീതിയിൽ എഴുതുക, സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഉള്ള ഫാക്ടേഴ്സാണ് GRE, TOEFL പോലത്തെ എക്സാംസ്. US-ലാണെങ്കിൽ GRE ഇപ്പോൾ മോസ്റ്റ് യൂണിവേഴ്സിറ്റീസിൽ എടുത്ത് കളഞ്ഞു തുടങ്ങി. കാരണം GRE ഒരു നല്ലൊരു വാലിഡേറ്റിംഗ് എക്സാം അല്ല. അത് അന്നത്തെ ദിവസം പോലെ ഇരിക്കും. പിന്നെ അത് കുറേ വൊക്കാബുലറി അല്ലെങ്കിൽ ബേസിക് മാത്ത് അതൊക്കെയാണ് ആ എക്സാം. അത് വെച്ചിട്ട് ഒരു PhD സ്റ്റുഡന്റ് എടുത്ത് കളഞ്ഞിട്ട് ഇപ്പം പിന്നെ എന്താണ് ഈ അപ്ലിക്കേഷൻ ആണ് നമ്മുടെ അപ്ലിക്കേഷൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന അപ്ലിക്കേഷൻ SOP പിന്നെ TOEFL ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ രീതിയിലൊന്നുമില്ല. പിന്നെ അവർ നമ്മൾ അഡ്മിഷൻ ചെയ്ത് അത് ഫസ്റ്റ് ഫേസിൽ നമ്മുടെ അപ്ലിക്കേഷൻ അവർ വാലിഡേറ്റ് ചെയ്തിട്ട് നമ്മളെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് അവർ നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫേസ് ഉണ്ട്. പിന്നെ TOEFL ഇംഗ്ലീഷ് എക്സാമാണ്. അത് ഇന്ത്യൻസിന് അത് കമ്പൽസറി ആണ്. കാരണം അവർ ട്രസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് ഇംഗ്ലീഷ് അറിയുമല്ലോ എന്ന്. സോ നമ്മൾ TOEFL എക്സാം എഴുതണം. അതൊരു 120 മാർക്കിൻ്റെ എക്സാമാണ്. അതിൽ ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഓരോ കട്ട് ഓഫ് ഉണ്ടായിരിക്കും. ഇത്ര കട്ട് ഓഫിന് മേലെ വാങ്ങിച്ചു കഴിഞ്ഞാൽ യു ആർ എലിജിബിൾ ഫോർ അപ്ലൈങ് ടു ദിസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്യാം. ഇതൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ചില യൂണിവേഴ്സിറ്റീസ് ഗ്രേഡ്സും CGPയും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതൊരു മിക്സഡ് പോലെയാണ്. ഇപ്പോൾ നല്ലൊരു റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ CGPA കുറച്ച് കുറവാണെങ്കിൽ അവരത് അഡ്മിറ്റ് ചെയ്യും. കാരണം അക്കാഡമിക്സിൽ അടിപൊളി ആവണം എന്നില്ല റിസർച്ചിൽ അടിപൊളി ആവാൻ. അപ്പോൾ അതവർക്കറിയാം. സോ പക്ഷെ റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി കുറവാണെങ്കിൽ നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് വിത്ത് CGPA ആയിരിക്കണം. അപ്പോൾ ആ ഒരു എല്ലാത്തിനും ഓരോ വെയിറ്റേജ് മാർക്ക് കൊടുത്തിട്ടാണ് അവർ നമ്മളെ അഡ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ അണ്ടർഗ്രാഡ് ലെവലിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ മതി. കൃഷ്ണാനന്ദ് പുറത്ത് പഠിക്കുന്ന ഒരാൾ മാത്രമല്ല, ഒരു വൺ ഓഫ് ദ മോസ്റ്റ് റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റീസിലാണ് ഇപ്പം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അത്രയും കോമ്പറ്റീറ്റൻ്റ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് മാത്രമാണ് അവിടെ ഇപ്പം PhD ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതുപോലത്തെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ ഒരു കുട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ആ ഒരു ആപ്ലിക്കേഷൻ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ?
ഓക്കെ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 1 year ബ്രേക്ക് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഞാൻ ആ സമയം മൊത്തം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് റിസർച്ച് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളും കുറേ ആൾക്കാരായിട്ട് സംസാരിച്ച് കിട്ടിയ ഐഡിയാസാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് സ്ഥലത്താണോ അപ്ലൈ ചെയ്യാൻ നോക്കുന്നത്, ഇപ്പോൾ US ആണെന്ന് വിചാരിക്കാം. ഞാൻ US എക്സാമ്പിളായിട്ട് പറയും. US ആണെങ്കിൽ നമ്മൾ അവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റീസും എടുക്കുക. എന്നിട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഈ യൂണിവേഴ്സിറ്റീസിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ട്രിംഗ് തിയറി എന്ന ടോപ്പിക്കിലാണെങ്കിൽ ഞാൻ സ്ട്രിംഗ് തിയറിയിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ സ്ട്രിംഗ് തിയറി ഉണ്ട് എന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു 40-45 യൂണിവേഴ്സിറ്റിയിൽ സ്ട്രിംഗ് തിയറി പ്രോസസ്സ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 പ്രൊഫസറെങ്കിലുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. കാരണം നമ്മളൊരു പ്രൊഫസർ എടുത്തില്ലെങ്കിലും അടുത്ത പ്രൊഫസറിനടുത്ത് ജോയിൻ ചെയ്യാം എന്നുള്ളൊരതിൽ. അങ്ങനെ എന്നിട്ട് നമ്മൾ അവർക്ക് ഇമെയിൽ അയക്കുക. ചില ആൾക്കാർക്ക് വേക്കൻസി ഉണ്ടായിരിക്കില്ല. ചില ആൾക്കാർ, ഞാനിപ്പോൾ ഈ ഫോളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഞാനൊരു പ്രൊഫസറിനടുത്ത് ജോയിൻ ചെയ്യാൻ വരുവാണെങ്കിൽ ആ പ്രൊഫസർ എന്നെ എടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരർത്ഥമില്ല. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവർക്ക് ഇമെയിൽ അയച്ച് കൺഫേം ചെയ്യുക. അവർക്ക് ഈ ഫോളിൽ അല്ലെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന ഇയറിൽ വേക്കൻസി ഉണ്ടോ, PhD അപ്ലിക്കേഷൻസ് നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു അത്യാവശ്യം നമുക്ക് അപ്ലൈ ചെയ്യേണ്ട യൂണിവേഴ്സിറ്റീസിന്റെ ഒരു ലിസ്റ്റ് ആയി നോക്കുക. വൺ ഓഫ് ദ ഫാക്ടർ, ഇവര് മെയിൽ അയക്കുമ്പോ നമുക്ക് റിപ്ലൈ ഒക്കെ കൃത്യസമയത്ത് തരുമോ, അതോ കുറെ ഇല്ലല്ല, നമ്മൾ മെയിൽ അയക്കുമ്പോൾ എല്ലാവരും റിപ്ലൈ തരണമെന്നില്ല. കാരണം ഞാൻ ഒരാളല്ലല്ലോ അപ്ലൈ ചെയ്യുന്നത്. ഈ വേൾഡിൽ എല്ലാവരും ഒരുപാട് പേരും ഇമെയിൽ അയച്ച് സ്പാം ചെയ്യുന്നുണ്ടാവും എല്ലാവരെയും. പക്ഷെ ചില പ്രോസസ്സ് നമുക്ക് റിപ്ലൈ തരും. അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പ് ഇമെയിലും കൂടെ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻ മോസ്റ്റ് കേസസ് എനിക്ക് അപ്പം തന്നെ റിപ്ലൈ കിട്ടാറില്ല. ഒരു 2 weeks കഴിഞ്ഞിട്ട് ഞാനൊരു ഫോളോ അപ്പ് ഇമെയിലും കൂടെ അയച്ചു കഴിയുമ്പോഴാണ് അവർ പറയുക വേക്കൻസി ഉണ്ടോ, വേക്കൻസി ഇല്ലേ. അത് മാത്രമേ അവർ പറയുള്ളൂ. വേക്കൻസി ഉണ്ട് അപ്ലൈ ചെയ്തോളൂ, വേക്കൻസി ഇല്ലേ അപ്ലൈ ചെയ്യേണ്ട എന്ന് പറയും. കാരണം ഇത് മൂവ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി വഴിയാണ്, അവർക്ക് അതിലൊരു റോളില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 5 years ചെയ്ത് കഴിഞ്ഞാൽ റിസർച്ച് പ്രോജക്റ്റൊക്കെ ഒരു സ്റ്റോറി പോലെ ഒരു SOP ആക്കിയിട്ട് എഴുതാം, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ആക്കിയിട്ട് എഴുതാം. ഏറ്റവും ടഫസ്റ്റ് പാർട്ട് അതാണ്. കാരണം നമ്മൾ ആദ്യം എഴുതുന്ന ഡ്രാഫ്റ്റ് ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ഒരു അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 3 to 4 months മുന്നേ SOP എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മളപ്പോൾ എഴുതി തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ പിന്നെയും വായിച്ച് അപ്ലൈ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും അതൊരു പെർഫെക്റ്റ് സാധനം ഉണ്ടാവും. എല്ലാം ലിങ്ക് ചെയ്ത് ഒരു പെർഫെക്റ്റ് സ്റ്റോറി. SOP പോലുള്ള SOP ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യാണോ ചെയ്യുക, അതോ റിവ്യൂ ചെയ്യാനും അല്ലെങ്കിൽ സജഷൻ ഒക്കെ ഇപ്പൊ നമ്മളുടെ മെന്റേഴ്സിനോടൊക്കെ ചോദിക്കൂ? ഞാൻ ആദ്യം എൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. പിന്നെ ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ഫിസിക്സിലുള്ള കുറച്ച് സീനിയേഴ്സിനും അല്ലെങ്കിൽ ഫിസിക്സിലുള്ള കുറച്ച് ഫ്രണ്ട്സിനും ഈ SOP അയച്ചു കൊടുത്തു. ഓൾറെഡി കിട്ടിപ്പോയ ആൾക്കാർ. അപ്പോൾ അവർക്ക് അറിയാലോ എങ്ങനെ SOP ചെയ്താൽ. അപ്പോൾ അവരുടെ SOP എഴുതി അത് ഇന്നത് ശരിയല്ല, നീ ഇങ്ങനെ എഴുതാൻ പാടില്ല, സോ അവിടെ വേറെ എഡിറ്റ് ചെയ്യണം. അങ്ങനെ എഡിറ്റ് ചെയ്ത് ചില ഫ്രണ്ട്സ് എനിക്ക് സെക്കൻഡ് റൗണ്ട് ഓഫ് എഡിറ്റ്സ് വരെ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു എഡിറ്റ്സ് ചെയ്ത് തന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു റൗണ്ടും കൂടെ ഇരിക്കാം, നീ ഇത് എഡിറ്റ് ചെയ്തിട്ട് വാ, നെക്സ്റ്റ് റൗണ്ടും കൂടെ നമുക്ക് ഇരിക്കാം എന്ന് പറയുമ്പോഴേക്കും ഒരു അത്യാവശ്യം നല്ലൊരു സംഭവമാവും. പിന്നെ എനിക്ക് നോൺ ഫിസിക്സ് ഫ്രണ്ട്സിനെ കൊണ്ട് വായിക്കും. കാരണം അപ്ലിക്കേഷൻ വായിക്കാൻ പോകുന്നത്, എൻ്റെ അപ്ലിക്കേഷൻ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ വായിക്കാൻ പോകുന്നത് ഫിസിക്സിലുള്ള ആൾക്കാരാണെന്നൊരു നിർബന്ധമില്ല. ജനറലി ആദ്യം വായിക്കാൻ പോകുന്നത് സെയിം സബ് ഫീൽഡിലുള്ള ആൾക്കാരാവണമെന്നില്ല. അപ്പോൾ അവർക്കും അത് നോൺ ഫിസിക്സ് ആൾക്കാർക്കും കുറച്ച് രീതിയിൽ ഓക്കെ എന്ന് തോന്നുന്ന രീതിയിൽ SOP സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരെയും കൂടെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറ്റണം. കാരണം ആദ്യം പോകുന്നത് ഒരു ജനറൽ, കുറേ ചാനൽസ് ഉണ്ട്. ആദ്യം പോകുന്ന ഒരു ജനറൽ ചാനലായിരിക്കും. അവർക്ക് ഫിസിക്സ് ഒന്നും അറിയുന്നുണ്ടാവില്ല. അവർ ബേസിക് ആയിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് നോക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും മെയിൻ ഫിസിക്സ് ആൾക്കാരുടെ അടുത്തേക്ക് പോവുക. ഓക്കെ, അപ്പോൾ SOP ആണ് ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ SOP ഫൈനലി ഞാൻ കറക്റ്റ് ചെയ്തത് എൻ്റെ മാസ്റ്റർ തീസിസ് അഡ്വൈസറിൻ്റെ അടുത്ത് പോയിട്ടാണ്. സാറിന് അയച്ചു കൊടുത്തു. സാർ ഓക്കെ പറഞ്ഞിട്ടാണ് ഞാനത് അപ്ലിക്കേഷന് സെൻഡ് ചെയ്തത്. അപ്പോൾ അത്രയും ഒരു വർക്ക് വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് കാര്യം നമുക്ക് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആണ്. അത് നമ്മൾ പ്രൊഫസേഴ്സിനോട് പോയി സംസാരിക്കണം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ അവരോട് പോയി പറയണം, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വേണം. ആക്ച്വലി ചില യൂണിവേഴ്സിറ്റീസിന് ക്രൈറ്റീരിയസ് ഉണ്ടായിരിക്കും, പ്രൊഫസേഴ്സ് എന്താണ് പറയേണ്ടത്. ഈ സ്റ്റുഡൻസിനെ പറ്റി ക്ലീഷേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അടിപൊളിയെ വർക്ക് ചെയ്തു എന്ന് പ്രൊഫസേഴ്സ് പറയുന്നതിനെക്കാട്ടും ഇഫ് ഒരു പ്രൊഫസർ എൻ്റെ കൂടെയുള്ള ഒരു പേഴ്സണൽ കാര്യം എന്തെങ്കിലും എനിക്കൊരു പ്രോബ്ലം തന്നു, അത് ഞാൻ വേറെ രീതിയിൽ സോൾവ് ചെയ്തു ആൻഡ് ഹി ഈസ് ഇംപ്രസ്ഡ് ബൈ ദാറ്റ്, അങ്ങനെ എഴുതുന്ന ലെറ്റർ ഓഫ് റെക്കമെൻഡേഷന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും, കുറച്ചും കൂടി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള. അപ്പൊ നമ്മള് വാല്യൂബിൾ ആണ് എന്നുള്ളത്
ആ ഒരു പ്രൊഫസറിന്റെ എഴുത്തു നിന്ന് തന്നെ മറ്റേ ആൾക്ക് അല്ലെങ്കിൽ റിസീവിങ് എൻഡിലുള്ള ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും അല്ലേ? അതെ അതെ അതെ. അതിപ്പോ നമുക്ക് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ തരുന്ന ആൾക്കാർ ഭയങ്കര ബിഗ് ഷോട്ട് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. എഴുതുന്ന ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഭയങ്കര അടിപൊളിയായിരിക്കണം. പിന്നെ അതൊക്കെ കുറെ ലക്ക് പോലെ ഇരിക്കും. നമുക്ക് പ്രോസസ്സിനോട് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് ഇതുപോലെ എഴുതണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പോയി പറയാൻ പറ്റില്ല. എക്സാക്ട്ലി. ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോയി പറയാം അവരുടെ അടുത്ത് ഇതൊക്കെയാണ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടത്. ഞാൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദു സാറിന്റെ അടുത്ത് എനിക്ക് പറയേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ മാസ്റ്റർ തീസിസ് ചെയ്തത് സാറിന്റെ അടുത്താണ്. സാർ നല്ല റെക്കമെൻഡേഷൻ തരുന്ന എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത പ്രോസസ്സിന് ഞാൻ ഫസ്റ്റ് ഇന്റേൺഷിപ്പ് ചെയ്ത് സെക്കൻഡ് ഇയറാണ്. സാറിന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ആദ്യം തന്നെ കൺഫേം ചെയ്യണം. അപ്പൊ ഞാൻ ഇമെയിൽ അയച്ചു. എന്നിട്ട് സാറിനോട് പറഞ്ഞു ഞാൻ എന്റെ റെക്കമെൻഡറായിട്ട് റെഫറി ആയിട്ട് സാറിനെ വെക്കുന്നുണ്ട് നെയിം. എന്നിട്ട് ഞാൻ എന്റെ പ്രൊജക്ട് റിപ്പോർട്ടും ഞാൻ അന്ന് ചെയ്ത പ്രസന്റേഷൻസും ഞാൻ എന്റെ വർക്ക് ചെയ്ത എൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ ഞാൻ സാറിന് അയച്ചു കൊടുത്തു. ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്, മേ ബി ഇഫ് ദിസ് ഹെൽപ്ഫുൾ ഫോർ ദി റെക്കമെൻഡേഷൻ ലെറ്റർ എന്ന രീതിയിൽ ഞാൻ അയച്ചു കൊടുത്തു. സ്പെസിഫിക് ആയിട്ടുള്ള സംഗതി പറയാൻ വേണ്ടി. അതെ. പിന്നെ ഞാൻ അബ്രോഡ് ഒരു മാമിന്റെ അടുത്ത് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മാമിനോടും ഞാൻ ഇമെയിൽ അയച്ചു. ആ മാമും ഇതുപോലെ പ്രൊജക്ട് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനും അത് അയച്ചു കൊടുത്തു. അബ്രോഡ് ആയിട്ടുള്ള മാം എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടാണോ ചെയ്തിട്ടുണ്ടായിരുന്നത്? കോവിഡ് സമയത്തായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പൊ ആ സമയത്ത് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് ഓൺലൈൻ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തത്. അപ്പൊ ആ മാമും അത്യാവശ്യം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നന്നായി പ്രൊജക്റ്റ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു മാമിന്റെ കൂടെ. അപ്പോൾ ആ മാമും റെക്കോ വെച്ചു. പിന്നെ ഉണ്ടായിരുന്ന ബിന്ദു സാറായിരുന്നു. അപ്പോൾ മൂന്ന് റെഫർ ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന മാത്യു സാറായിരുന്നു. മാത്യു സാർ ആ സമയത്ത് മാത്യു സാറിന്റെ കൂടെ എനിക്ക് 2 പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിനിമം 3 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 4 റെഫറീസിനെ വെച്ചിട്ടുണ്ടായിരുന്നു മിക്ക സ്ഥലത്തും. അപ്പോൾ എത്ര കൂടുന്നോ അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക്. ചില ആൾക്കാരെ മാക്സിമം 4 മാക്സിമം 5 എന്നൊക്കെ പറയും. സോ അതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് തിങ്, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. പിന്നെ സി വി ഒരിക്കലും 2 പേജ് എക്സീഡ് ചെയ്യാൻ പാടില്ല. കാരണം സി വി ജസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും കാണണം. അത് കൺജസ്റ്റഡ് ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല, പക്ഷേ ഓർഗനൈസ്ഡ് ആൻഡ് വിത്ത് ലെസ് സ്പേസ് നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ സി വി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ SOP CV അവർ ഒരുമിച്ചാണ് നോക്കുക, പിന്നെയാണ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ നോക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ പബ്ലിക്കേഷൻസോ അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ്സും കാര്യങ്ങളൊക്കെ അവർ റിവ്യൂ ചെയ്യും. എന്നിട്ട് അവർ എല്ലാ ആപ്ലിക്കൻസിനെയും റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അത് സെലക്റ്റഡ് ആയോ ഇല്ലയോ എന്ന് പറയാം. ചില കേസസിൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഇന്റർവ്യൂ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം. സോ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, അപ്പൊ നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ SOP അടിപൊളിയായിട്ട് നമ്മൾ എഴുതണം. അതേപോലെ നമുക്ക് നല്ല റെഫറൻസ് വേണം. അത് നമ്മളുടെ ഫീച്ചേഴ്സ് ഒക്കെ യുണീക്ക് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് റിസർച്ച് എക്സ്പീരിയൻസ് എന്തായാലും ആഡ് ചെയ്യാം നമ്മുടെ CV യിൽ. അങ്ങനെ CV അടിപൊളിയാക്കി എടുക്കാം. പിന്നെ അതേപോലെ പിന്നെ എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. റിസർച്ച് പബ്ലിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് എന്തായാലും അത് നിർബന്ധമല്ല. റിസർച്ച് പബ്ലിക്കേഷൻസ് ഒരിക്കലും നിർബന്ധമല്ല. ഒരു വെയിറ്റേജ് ഉണ്ടായിരിക്കും. പബ്ലിക്കേഷനുള്ള ആൾക്കാർ എപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. പക്ഷെ നമ്മുടെ റിസർച്ച് എക്സ്പീരിയൻസ് അത്ര അടിപൊളിയായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് എപ്പോഴും കൂടുതലായിരിക്കും. ആ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസർച്ചിന് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ ഒരു ബോധറിങ് അല്ല. നിങ്ങൾ ആ റിസർച്ച് ചെയ്തപ്പോൾ ആ റിസർച്ചിൽ എന്ത് പഠിച്ചു, നിങ്ങൾ ആ റിസർച്ചിൽ ചെയ്തപ്പോൾ ആ റിസർച്ച് എന്താണെന്ന് പഠിച്ചു. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ കുറച്ച് സോഫ്റ്റ്വെയർസ് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ കോഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെയാണ് അവർ നോക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, വൈ ഡിഡ് യു ഡു ദിസ് ആൻഡ് വാട്ട് യു ഗെയിൻ ഫ്രം ദാറ്റ്. ആ റിസർച്ചിന് നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഇല്ലെങ്കിലും അവർ ബോധർ ചെയ്യില്ല. ആ സ്കില്ല് നിങ്ങൾക്കുണ്ടോ അതാണ് അവർ. എല്ലാ പ്രോജക്റ്റും പേപ്പർ ആവണം എന്നുള്ളത് പക്ഷെ കേട്ടിരിക്കുന്ന ഓഡിയൻസിന് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല. എല്ലാ പ്രോജക്റ്റും റിസർച്ച് പേപ്പർ ആയി മാറണം എന്നുള്ളത് യാതൊരു നിർബന്ധവും ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ആരും അങ്ങനെ നിർബന്ധം പിടിക്കാത്തത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിനുള്ള പല ഉത്തരങ്ങളും ഈ ഒരു സംസാരത്തിൽ തന്നെയായി. അതായത് അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ വെച്ചിരുന്നത്, ഐസറിലുള്ള ഈ ഒരു റിസോഴ്സ് ആയിക്കോട്ടെ, ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, കൃഷ്ണാനന്ദിന്റെ ആപ്ലിക്കേഷൻ സ്ട്രോങ് ആക്കാൻ ഏതൊക്കെ റിസോഴ്സുകൾ അല്ലെങ്കിൽ ഐസറിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഗുണപ്രദമായി എന്ന് തോന്നുന്നുണ്ട്? ഓക്കെ, ഒന്നാമത്തെ സംഭവം കരിക്കുലം. ഐസറിലെ കരിക്കുലം ഭയങ്കരമായി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരുവിധം ഇന്റർനാഷണൽ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് അറിയാം ഐസർ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ഇന്ത്യ. അപ്പോൾ ഐസറിന്ന് വരുന്ന അപ്ലിക്കേഷൻസ് അവർ കുറച്ച് പ്രയോറിറ്റി കൊടുത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഞാനിപ്പോൾ കുറച്ച് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തപ്പോൾ അവർ ഏതൊക്കെ കോഴ്സസ് എടുത്തു, ആ കോഴ്സസിൽ ഏതൊക്കെ ബുക്ക് ഫോളോ ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഐസർ ഫോളോ ചെയ്യുന്ന ബുക്സ് ഒക്കെ ഭയങ്കര ഇന്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡ് ബുക്സ് ആണ്, സാധാ ഇന്ത്യൻ അല്ലെങ്കിൽ ലോക്കൽ ബുക്സ് അല്ല. അപ്പോൾ ആ ബുക്സിന്റെ പേര് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാം നമ്മൾ അത്യാവശ്യം കറിക്കുലം നല്ല അടിപൊളിയായി ചെയ്യുന്നുണ്ട്. അത് വൺ ഓഫ് ദ ഫാക്ടർ ആയിരുന്നു. കാരണം അത് ചില സ്ഥലത്ത് എനിക്ക് അഡ്മിഷൻ കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്തു. പിന്നെ അതായത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് സാധാരണ യൂണിവേഴ്സിറ്റിയിലുള്ള റെഫറൻസ് ടെക്സ്റ്റുകളല്ല, പകരം എല്ലാ ഇന്റർനാഷണൽ ആയിട്ടുള്ള എല്ലാ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലും അവരുടെ അണ്ടർ ഗ്രാജുവേറ്റ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതെ, ഞാനിവിടെ PhD വന്നപ്പോൾ ഇവിടെ ഫസ്റ്റ് കുറച്ച് കോഴ്സസ് ചെയ്യാണ്ടായിരുന്നു. അപ്പൊ അവർ ഫോളോ ചെയ്തിരുന്നത് സെയിം ബുക്സ് ആണ്. അപ്പൊ കുറച്ചും കൂടി നമുക്ക് നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള ബുക്ക് കാണുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിരിക്കും ചെയ്യാൻ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ബുക്സ് ആണ് കണ്ടു കഴിഞ്ഞാൽ അവരെന്തായാലും കുറച്ച് ഇംപ്രസ്ഡ് ആവും. പിന്നെ ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ പോലെ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ആണ്. പല ഇന്റേൺഷിപ്സ് ചെയ്ത് ഉണ്ടായിരുന്ന റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ അത് ഓൾറെഡി പറഞ്ഞു. പിന്നെ എൻ്റെ ഫൈനൽ മാസ്റ്റർ തീസിസ് പ്രൊജക്ട് അത് 1 വർഷം ചെയ്ത പ്രൊജക്റ്റാണ്. അത് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി കുറേ യൂണിവേഴ്സിറ്റീസിൽ അങ്ങനെയല്ല. 5 ഇയറിൽ ഒരു 1 ഇയർ ഇസ് ഫുള്ളി ഡെഡിക്കേറ്റഡ് ഫോർ എ റിസർച്ച് പ്രൊജക്ട്. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻസ് ഇപ്പോൾ ഈ ഐസറിൽ തീർച്ചയായിട്ടും പബ്ലിക്കേഷൻ അല്ലേ? പബ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫൈനൽ ഇയറിൽ ഒരു പബ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, നോർത്ത് ഈസ്റ്റേൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ട്രാൻസ്ഫർ മാറി വിർജിനിയ ടെക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണല്ലേ? അതായത് ഒരു പബ്ലിക്കേഷൻ എന്നൊക്കെ നമ്മൾ PhD അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പബ്ലിക്കേഷൻ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത്, അത് എനിക്ക് തോന്നുന്നത് ഐസറിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞുകൊണ്ട് ചിലപ്പം അതുകൊണ്ട് മാത്രമായിരിക്കാം ആ ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടുന്നത് അല്ലേ? ശരി, അതൊരു ആഡഡ് ഫാക്ടറാണ്. പബ്ലിക്കേഷൻ അവർ ഒരിക്കലും റിക്വയർഡ് എന്ന് പറയുന്നില്ല. പക്ഷെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നല്ലൊരു ജേണലൊരു പബ്ലിക്കേഷൻ അല്ലെങ്കിൽ പേപ്പർ ഉണ്ട് എന്ന് കാണുമ്പോൾ അവർ ആ ഒരു പ്രയോറിറ്റി കൊടുക്കും അപ്ലിക്കേഷൻസിന്. കൃഷ്ണാനന്ദിന്റെ റിസർച്ച് ഇൻട്രസ്റ്റ് ഞാൻ വായിച്ച സമയത്ത് ക്വാണ്ടം ഇൻഫർമേഷൻ, അതേപോലെ ഹൈ എനർജി ഫിസിക്സ്, ഗ്രാവിറ്റി പോലെയുള്ള ഒരു ബ്രോഡർ ഇൻട്രസ്റ്റ് ആണ് കൃഷ്ണാനന്ദിനുള്ളത്. അപ്പോൾ ഒരു റിസർച്ചർ എന്നുള്ള രീതിയിൽ ഈ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിലൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം അല്ലേ? അപ്പൊ ഇങ്ങനെ ബ്രോഡർ ആയിട്ടൊരു ജനറലിസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഈ റിസർച്ചിൽ കൊണ്ടുപോകുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഈ എല്ലാ ഫീൽഡിലും നടക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുക? അതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ടാസ്ക്. നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്തുള്ള ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള പണി എന്ന് പറയുന്നത് ഈ പുതിയ പേപ്പേഴ്സ് വരുന്നത് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അത് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ആസ് എ റിസർച്ചർ. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന രീതി എപ്പോഴും ചെയ്യാൻ പറ്റാറില്ല. ഞാനത് ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഫ്യൂച്ചറിൽ. ശരിക്കും എൻ്റെ PIs ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ആർക്കൈവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ആർക്കൈവ് പ്രിന്റ്സ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ പ്രിന്റ് അവർ ആദ്യം ഇടുക ആർക്കൈവ് എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോസിറ്ററിയിലാണ്. അപ്പോൾ ആദ്യത്തെ പേപ്പേഴ്സൊക്കെ അതിലാണ് വരിക. അപ്പോൾ ആർക്കൈവ് അപ്ഡേറ്റ്സ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇമെയിൽസിൽ അന്ന് വന്ന പേപ്പേഴ്സിൻ്റെ അബ്സ്ട്രാക്ട്സ് മൊത്തം നമുക്ക് വരും. ഇപ്പോൾ സാധാരണ ഞാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽസ് തുറന്നു കഴിഞ്ഞാൽ ആ അബ്സ്ട്രാക്ട്സ് വായിച്ചു നോക്കും. നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആ പേപ്പർ പിന്നെ വായിക്കാനുള്ള രീതിയിൽ മാറ്റി വയ്ക്കും. മേ ബി സമയം കിട്ടുമ്പോൾ നമ്മൾ പിന്നെ വായിക്കും. മിക്ക സമയത്തും പറ്റാറില്ല, പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന സംഭവമാണ്. പിന്നെ ആക്ച്വലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ ഇവിടുത്തെ റിസർച്ച് ഗ്രൂപ്പ് തന്നെ ഒരു സ്ലാക്ക് കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നുണ്ട്. സ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ പോലത്തെ സംഭവമാണ്. അപ്പൊ അതിൽ അവർ തന്നെ നമ്മുടെ റിലേറ്റഡ് ഫീൽഡിലുള്ള പുതിയ പേപ്പേഴ്സ് അപ്പം തന്നെ അവർ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് യു വിൽ ഫൈൻഡ് ദിസ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജസ് കാണാൻ പറ്റും. അപ്പം ഞാൻ വായിക്കുമ്പോൾ അത് എൻ്റെ റിസർച്ചിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി അത് മാറ്റി വയ്ക്കും, പിന്നീട് അത് വായിക്കുകയും ചെയ്യും. പിന്നെ ഉണ്ടാവുന്നത് ഇവിടുത്തെ സെമിനാർസും കൊളോക്യംസും, പിന്നെ ഉണ്ടാവുന്ന വീക്ക്ലി ജേർണൽ ക്ലബ്സ് മീറ്റിംഗ്സ് ഉണ്ടാവും. ജേർണൽ ക്ലബ് എന്ന് പറഞ്ഞാൽ ആ ആഴ്ച വന്ന പുതിയ റിസർച്ചേഴ്സ് എല്ലാവരും കൂടെ ഇരുന്ന് ടെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും. മേ ബി ഒരു പേപ്പർ ഐസറിലുണ്ടായിരുന്ന സെയിം സാധനം തന്നെ അതിവിടെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് അത് ഇവിടെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം, അത് നിർബന്ധമുള്ള ഒരു കാര്യം. ഏതൊരു യൂണിവേഴ്സിറ്റി നോക്കി കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു ജേർണൽ ക്ലബ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നത് എല്ലാ റിസർച്ചേഴ്സും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആവാൻ വിചാരിക്കുന്നത്. ഇനി കേരളത്തിൽ ജനിച്ചൊക്കെ വളർന്ന്
USA എന്ന് പറഞ്ഞ വലിയൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ പല വ്യത്യാസങ്ങളും നമ്മൾ ശീലിച്ച കാര്യങ്ങളിൽ ഉണ്ടാവും അല്ലേ? കൾച്ചറൽ ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട അക്കാഡമിക് ആയിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നമ്മളെ ഇന്ത്യയിലുള്ള ഒരു അക്കാഡമിക് കൾച്ചർ ആവില്ല സ്വാഭാവികമായിട്ടും US ഉണ്ടാവുക. അപ്പൊ ഫസ്റ്റ് വിർജീനിയ ടെക്കിൽ കൃഷ്ണാനന്ദ് എത്തുമ്പോൾ ആ ഒരു ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താണ് അമേരിക്കയിൽ എത്തിയപ്പോൾ ഉള്ള ഒരു കഥ എന്ന് പറയുന്നത്? ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം വിർജീനിയ ടെക്കിലല്ല ജോയിൻ ചെയ്തത്. ഞാൻ ആദ്യം ജോയിൻ ചെയ്തത് നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലാണ്. അത് ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബോസ്റ്റൺ ഭയങ്കര സിറ്റിയാണ്. നോർത്ത് ഈസ്റ്റേൺ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഡൗൺ ടൗണിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ സ്കൈ സ്ക്രാപ്പേഴ്സ് ഒക്കെയാണ്. അത്രയും ഡൗൺ ടൗൺ പോലത്തെ സ്ഥലത്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ US ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഡിഫറെൻറ്റ്, വേറെ ഏതോ സ്ഥലത്ത് വന്ന പോലെ തോന്നി. പക്ഷെ വന്നപ്പോൾ തന്നെ എൻ്റെ അമ്മയുടെ ബ്രദർ ഇവിടെയാണ് സെറ്റിൽഡ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. കാരണം ആളാണ് എന്നെ വീട്ടിൽ കൊണ്ടുവരുന്നത്. ഫസ്റ്റ് ഫ്യൂ വീക്സ് എന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അവിടുന്ന് ഞാൻ 2 weeks കഴിഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറി. ഞാൻ നിന്നിരുന്ന ഹൗസ് ഭയങ്കര ബോറായിരുന്നു. കാരണം ഞാൻ ഇവിടെ ഇന്ത്യയിൽ നിന്നിട്ടാണ് ഞാൻ ഹൗസ് ലീസിന് അപ്പാർട്ട്മെന്റ് ലീസിന് എടുക്കുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴും മനസ്സിലാവുന്ന അപ്പാർട്ട്മെന്റ് അത്ര അടിപൊളിയൊന്നല്ല. എന്നുവെച്ചാൽ വിന്റർ സമയത്ത് ഫോട്ടോയിൽ കാണുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ വിന്റർ സമയത്തൊക്കെ ജനലിൽ ഓട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോൾഡ് തണുപ്പൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല. അവരുടെ മെയിൻ്റനൻസ് ഭയങ്കര ബോറായിരുന്നു. പിന്നെ ബോസ്റ്റൺ പോലത്തെ ഒരു സ്ഥലത്ത് ഹൗസിങ്ങിന് ഭയങ്കര ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ഞാൻ പോയാൽ അവർ വേറെ ആൾക്കാരെ കിട്ടും. അതുകൊണ്ട് അവർ മെയിൻ്റനൻസ് ഭയങ്കര ലോ ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ബോസ്റ്റൺ ഭയങ്കര ക്രൈം റേറ്റ് ഉള്ള ഒരു സിറ്റി ആയിരുന്നു. അപ്പോൾ എൻ്റെ വീടിന്റെ പുറകിൽ തന്നെ ഒരു കനാബിസ് ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ഭയങ്കര ഡാർക്കായിരുന്നു. ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പും പേഴ്സും ഒക്കെ കൊണ്ടിട്ട് പോവുക. കാരണം എൻ്റെ വീട് സുഖമായിട്ട് ബ്രേക്ക് ഇൻ ചെയ്യാൻ പറ്റും. അത്രയും സെക്യൂർഡ് അല്ലാത്തൊരു വീടായിരുന്നു ആദ്യം. അപ്പോൾ പിന്നെ ഫുൾ രാത്രി ഗൺ ഷോട്ട്സും അങ്ങനത്തെ ഒരു ഷെയ്ഡി പ്ലേസിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. പൊതുവേ എല്ലാ US ഡൗൺ ടൗൺസും അങ്ങനെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റിയിലെ വർക്ക് കൾച്ചർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു വർക്ക് കൾച്ചർ അല്ലായിരുന്നു. നമ്മൾ PhD ചെയ്യുന്നതിൻ്റെ കൂടെ ടീച്ചിങ് ചെയ്യുന്ന നോർത്ത് ഈസ്റ്റേണിൽ ടീച്ച് ചെയ്യുന്ന ജോലി ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. ഒരു 20 hours എന്നാണ് പറയുന്നത്. വീക്ക്ലി 20 hours വർക്ക് ചെയ്താൽ മതി നമ്മൾ. പക്ഷെ അവർ ഒരു 30 hours വരെ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. സോ എനിക്ക് റിസർച്ചിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഫുൾ ടൈം മെജോറിറ്റി ഓഫ് മൈ ടൈം ഈ ടീച്ചിങ്ങിലേക്കാണ് പോകുന്നത്. ഗ്രേഡ് ചെയ്യാനും സ്റ്റുഡൻസിൻ്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യാനും ഒക്കെയാണ് പോകുന്നത്. പിന്നെ ഉണ്ടായിരുന്ന ഇഷ്യൂ, ഞാൻ അവിടെ ജോയിൻ ചെയ്ത പ്രൊഫസർ ഞാൻ ഫിസിക്സാന്ന് വിചാരിച്ച് ജോയിൻ ചെയ്ത് അങ്ങനെ MITയിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസറായിട്ട് മാറാൻ പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് അത് താല്പര്യമില്ലായിരുന്നു. ആള് പക്ക കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസറായിട്ട് മാറാൻ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നു, കൂടുതലും മെഷീൻ ലേണിംഗ് ആ വക സംഭവങ്ങളിലേക്ക്. അത് ആളെന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്നോട് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വന്നപ്പോൾ എനിക്ക് ആ ഒരു പ്ലേസ് തന്നെ ഭയങ്കര മടുത്തുപോയി. പിന്നെ പറഞ്ഞ പോലെ കൾച്ചറൽ ഷോക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ മാറിയത്. അതെ, പിന്നെ നമ്മൾ ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒന്നാമത് നമുക്ക് സെറ്റിൽ ചെയ്യാനുള്ള ഇഷ്യൂസ് ഒരുപാടുണ്ട്. നമുക്ക് സ്ഥലം അറിയില്ല, ഗ്രോസറീസ് എങ്ങനെ വാങ്ങിക്കേണ്ടതെന്ന് അറിയില്ല. പിന്നെ ട്രാഫിക് റൂൾസ് ഡിഫറെൻ്റ് ആണ്, അവിടുത്തെ ആൾക്കാരുടെ വേ ഓഫ് ബിഹേവിയർ ഡിഫറെൻ്റ് ആണ്. ഒക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ സെറ്റിൽ ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുക്കും അവിടെ. ആ സെറ്റിൽ ചെയ്യാൻ തന്നെ ഞാൻ നോർത്ത് ഈസ്റ്റേണിൽ അഡീഷണലി ഇതിന്റെ കൂടെ ഈ പ്രോബ്ലംസ് കൂടെ ആയപ്പോൾ സെറ്റിൽ ചെയ്യാൻ കുറച്ചധികം സമയം എടുത്തു. അപ്പൊ ഞാൻ ഡിസൈഡ് ചെയ്തു. പറഞ്ഞില്ലേ, അതായത് ടീച്ചിങ് റോളും റിസർച്ചറും നമ്മൾ ഒരുമിച്ച് പാരലലി കൊണ്ടുപോകേണ്ട ഒരു രീതിയാണ് US. അപ്പൊ ഒരു ഇന്ത്യക്കാരൻ വന്ന് അവിടെയുള്ള US കുട്ടികളെ പഠിപ്പിക്കുമ്പോഴേ അവരൊരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു കൈൻഡ് ഓഫ് റേസിസം ഒക്കെ വർക്ക് ചെയ്യാറുണ്ടോ? ചില സ്ഥലത്ത് വർക്ക് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ആക്സെന്റ് ഡിഫറെന്റ് ആണല്ലോ. നമ്മൾ US ആക്സെന്റ് പിക്കപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ആക്സെന്റ് വെച്ചിട്ടാണ് അവരോട് സംസാരിക്കുക. സോ അത് അവർക്ക് ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. മനസ്സിലായാലും ചില ആൾക്കാർ നമ്മളോട് ചോദിക്കും, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ക്യാൻ യു റിപ്പീറ്റ് ഇറ്റ്. വെറുതെ ചോദിക്കുന്നതായിരിക്കും. അത് നമ്മളെ റേസിസം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് ബേസിക്കലി ഇതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർക്ക്, എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർക്ക് സെയിം ഇഷ്യൂസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ റേസിസം എക്സ്പീരിയൻസ് തന്നെ യൂണിവേഴ്സിറ്റികളിലാണോ ഉണ്ടാവുക, അതോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണോ ഉണ്ടാവുക? യൂണിവേഴ്സിറ്റിന്റെ അകത്താണോ പുറത്താണോ, എങ്ങനെയാണ്?
അത് ഡിപ്പെൻഡ് ചെയ്യും. യൂണിവേഴ്സിറ്റിനകത്ത് ഈ പറഞ്ഞ പോലെ അക്കാഡമിക് റേസിസം ഉണ്ടാവാറുണ്ട്. സ്റ്റുഡൻസ് TAസിനോട്, നമ്മളെ പോലെ ഇന്ത്യൻസിനോട് അവർ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ അവർ ബിഹേവ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ആക്സെന്റ് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു രീതിയിൽ ബിഹേവ് ചെയ്യാറുണ്ട്. പിന്നെ പുറത്ത് ഉള്ള റേസിസം അത് ഒരുപാട് എനിക്ക് പേഴ്സണലി ബോസ്റ്റണിൽ വെച്ചിട്ട് ഒരുപാട് റേസിസം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളല്ലേ 9/11 വന്ന് പൊട്ടിച്ചേ എന്നുള്ളൊരു കമന്റ് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പാകിസ്ഥാനിയാണെന്ന് വിചാരിച്ചിട്ട് അവർ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു. അങ്ങനെ അതായത് ഈ കോളേജ് യൂണിവേഴ്സിറ്റിന്റെ അകത്താണോ? അല്ലല്ല, ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടെയുള്ള ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ കണ്ടുപോകരുതെന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. പിന്നെ ഇവരെ ആൾക്കാരെ വിശ്വസിക്കാനും പറ്റില്ല, ചിലപ്പോൾ അവരെല്ലാം ഗൺസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു റിസ്കി. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വിർജീനിയ ടെക്കിൽ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസേ ഉണ്ടായിട്ടില്ല. ഇവിടെ ഭയങ്കര കുറച്ചും കൂടി വെൽക്കമിങ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. കുറച്ചും കൂടി നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പൊ ഈ വിർജീനിയ ടെക്കിലേക്ക് മാറിയതിന് ശേഷം ഇപ്പൊ ഒരു റിസർച്ചർ എന്നുള്ള രീതിയിൽ വിർജീനിയ ടെക് യൂണിവേഴ്സിറ്റിക്ക് എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസോ കൃഷ്ണാനന്ദന് തരാൻ പറ്റിയിട്ടുണ്ടോ? ആദ്യത്തെ എക്സ്പീരിയൻസ് തന്നെ പറയുന്നത് ഇവിടുത്തെ TA ഡ്യൂട്ടി അത്ര ഹെക്റ്റിക് അല്ല. അവർ അത്രയും മൈക്രോ മാനേജ് ചെയ്യില്ല. അവർ നമുക്കൊരു ക്ലാസ് വിട്ട് വന്നിട്ട് ദിസ് ഈസ് യുവർ ക്ലാസ്, നിങ്ങൾ പഠിപ്പിച്ചോ എന്നുള്ള രീതിയിലാണ് അവർ പറയുക. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസും ഭയങ്കര നൈസായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് ഇവിടെ കമ്പയർഡ് ടു നോർത്ത് ഈസ്റ്റേൺ. അപ്പോൾ അത് തന്നെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാകും. കാരണം ആകെ കൂടെ എനിക്ക് അധികം നേരം എനിക്ക് ടീച്ചിങ്ങിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ല. കാരണം സ്റ്റുഡൻസ് നന്നായി പിക്കപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് ഗ്രേഡ് ചെയ്യാം, എനിക്ക് എന്താ വെച്ചാൽ ചെയ്യാം. അപ്പോൾ അതാണ് ഞാൻ നോർത്ത് ഈസ്റ്റേണായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇവിടെ ഉണ്ടായിരുന്ന നല്ല അഡ്വാൻറ്റേജ്. പിന്നെ ഇവിടെ കുറച്ചും കൂടി അധികം സെമിനാർസ്, കൊളോക്യംസ്, കൂടുതൽ കോൺഫറൻസസും ഒക്കെ കൂടുതലുണ്ട് ഇവിടെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചും കൂടി കമ്പയർ ടു നോർത്ത് ഈസ്റ്റേൺ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഇവിടെ ഉള്ള പോലെ തോന്നി ഈ ഫീൽഡിൽ, പർട്ടിക്കുലർലി ഈ ഫീൽഡിൽ. പിന്നെ ഞാൻ നോർത്ത് ഈസ്റ്റേൺ ജോയിൻ ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റേണിൻ്റെ അടുത്താണ് ഹാർവേഡ് ആൻഡ് MIT. ജസ്റ്റ് 7 minutes വാക്കുകൾ. അപ്പം ഞാൻ വിചാരിച്ചു അവർ ഭയങ്കര കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടാവും, ഈ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റി ഒക്കെ ഭയങ്കര കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ നമുക്ക് അവരായിട്ട് കൊളാബറേറ്റ് ചെയ്യാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. പക്ഷെ അവിടെ ആരും അങ്ങനെ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര സെപ്പറേറ്റ് ആയിരുന്നു. പിന്നെ ഹാർവേഡിലൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അത് ആക്ച്വലി അങ്ങനെ വൺ ഓഫ് ദ തിങ് ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു, ഞാൻ ഇപ്പോൾ പറയാം. നമ്മുടെ ഇന്ത്യൻസ് എപ്പോഴും നോക്കുന്നത് QS റാങ്ക് ആണ്. എല്ലാവരും QS റാങ്ക് അടിപൊളിയാണോ, അങ്ങനെയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാം, ലൈക്ക് MIT, ഹാർവേഡ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ നോക്കാനുണ്ട്. ആദ്യമായിട്ട് ഇവിടെ നോക്കേണ്ട മെയിൻ കാര്യം നോക്കേണ്ടത് ലൊക്കേഷനാണ്. അപ്ലൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ലൊക്കേഷൻ, നമ്മളൊരു 5 വർഷം ഇവിടെ സ്റ്റേ ചെയ്യാനുള്ളതാണ്. നല്ലൊരു യൂണിവേഴ്സിറ്റി ആണോ, അവിടെ നല്ലൊരു വെൽക്കമിങ് എൻവയോൺമെന്റ് ആണോ, അവിടെയുള്ള ആൾക്കാരോടൊക്കെ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ട് അതുപോലെ ക്ലൈമറ്റൊക്കെ നോക്കുക. കുറച്ചും കൂടി വാമല്ല, കുറച്ചും കൂടി ഹാർഷ് അല്ലാത്ത ക്ലൈമറ്റ് ആണോ, അല്ലെങ്കിൽ വയലൻസ് ഇല്ലാത്ത സ്ഥലമാണോ നോക്കിയിട്ട് അവിടെയുള്ള നല്ല യൂണിവേഴ്സിറ്റീസ് ആദ്യം നോക്കുക. പിന്നെ നോക്കേണ്ട കാര്യമാണ് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ PI. നമ്മുടെ പ്രൊഫസർ എങ്ങനെയുണ്ട് അവിടെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുമോ വേറെ സ്ഥലങ്ങളായിട്ട്, റിസർച്ച് എങ്ങനെ പോകുന്നു, നല്ലൊരു PI ആണോ. കാരണം PI ആണ് PhDക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, യൂണിവേഴ്സിറ്റി അല്ല. PI നല്ലതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു കാര്യമില്ല. PI അടിപൊളിയാണോ നോക്കുക, ഒരു നന്നായി ചെയ്യുന്നുണ്ടോ നോക്കുക, വർക്കൊക്കെ അടിപൊളിയായി പോകുന്നുണ്ടോ നോക്കുക. പിന്നെ കഴിഞ്ഞിട്ടാണ് ഈ QS റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലുള്ള മിക്ക ആൾക്കാരും ആദ്യം അപ്ലൈ ചെയ്യുന്നത് QS റാങ്ക് നോക്കിയിട്ടാണ്. QS റാങ്ക് അടിപൊളിയാണോ ആ ലെവലിലാണ് അവർ പ്രയോറിറ്റൈസ് ചെയ്യുക അപ്ലിക്കേഷൻ. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ഞാനും അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് QS റാങ്കിങ്ങിന് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ വേറെ യൂണിവേഴ്സിറ്റി നോക്കുമ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഇതിനേക്കാളും നല്ല QS റാങ്ക് മറ്റേ യൂണിവേഴ്സിറ്റി ആണല്ലോ എന്ന് വിചാരിച്ച് പോയിട്ടുണ്ട്. പക്ഷെ അതായിരിക്കും ഏറ്റവും വേഴ്സ്റ്റ് യൂണിവേഴ്സിറ്റി കമ്പയർഡ് ടു ദിസ് യൂണിവേഴ്സിറ്റി. അപ്പോൾ പിന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു എൻവയോൺമെന്റ് ഒരുപാട് മാറ്റർ ചെയ്യും. നല്ല പീസ്ഫുൾ എൻവയോൺമെന്റിൽ നമുക്ക് നന്നായി റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. വയലൻസ് ഉള്ള എൻവയോൺമെന്റിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഫാക്ടറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ലൊക്കേഷൻ ആദ്യം നോക്കുക യൂണിവേഴ്സിറ്റിയുടെ, പിന്നെ റിസർച്ചും ബാക്കി കാര്യങ്ങളും PI ഒക്കെ നോക്കുക. ഇനി ഈ ഒരു കോൺവെർസേഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ ഓഡിയൻസിന് അറിയാൻ ഒരു താല്പര്യമുള്ളൊരു കാര്യമായിരിക്കും, എന്താണ് PhD കഴിഞ്ഞിട്ട് കൃഷ്ണാനന്ദിന്റെ ഒരു ഫ്യൂച്ചർ ഗോൾസ് അല്ലെങ്കിൽ ഒരു കരിയർ ഗോൾസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കൃഷ്ണാനന്ദിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഐസർ മുതലുള്ള എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് PhD കഴിയുക, PhD കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡോക്ക് ചെയ്യുക, പോസ്റ്റ് ഡോക്ക് കഴിഞ്ഞിട്ട് നല്ലൊരു റിസർച്ചറായിട്ട്
അല്ലെങ്കിൽ ഒരു പ്രൊഫസറായിട്ടോ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടോ പ്ലസ് റിസർച്ചിലായിട്ട് എവിടെയെങ്കിലും ജോയിൻ ചെയ്യുക ആൻഡ് ടീച്ചിങ് പ്ലസ് റിസർച്ച് കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇതിൻ്റെ ഒരു ട്രയൽ പീരീഡ് ആണ് PhD സമയം. ഈ സമയത്ത് ഞാൻ ഈ PhD കഴിയുമ്പോൾ ഐ ഫീൽ ദാറ്റ് ഞാനൊരു നല്ലൊരു ബെസ്റ്റ് റിസർച്ചർ ആണ് എന്ന് ഫീൽ ചെയ്താൽ മാത്രമേ ഞാൻ ആ പോസ്റ്റ് ഡോക് അല്ലെങ്കിൽ അക്കാഡമി ആ വഴിക്ക് പോകുള്ളൂ. കാരണം അങ്ങനെ ആയാൽ മാത്രമേ അതിനൊരു ജസ്റ്റിസ് ഉള്ളൂ. കാരണം ഞാൻ ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ, ഞാനൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് സ്റ്റുഡൻസ് വരും. ആ സ്റ്റുഡൻസിനെ ഞാൻ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യണം. ആ ഒരു സ്കില്ല് ഞാൻ ഈ PhD കഴിഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്തു എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ഡോക് അല്ലെങ്കിൽ ഫർദർ അക്കാഡമി വഴിക്ക് പോവുള്ളൂ. അഥവാ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മോസ്റ്റ്ലി ഇൻഡസ്ട്രി, ഞാനിപ്പോൾ കുറച്ചും കൂടി കോണ്ടന്റ് ഇൻഫർമേഷൻ ആൻഡ് കോണ്ടന്റ് ഗ്രാവിറ്റി ആണ് ചെയ്യുന്നത്, പക്ഷെ കുറച്ചും കൂടി കോണ്ടന്റ് ഇൻഫർമേഷൻ സൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനത്തെ കോണ്ടന്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കോണ്ടന്റ് കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആ രീതിയിലേക്ക് പോവാൻ പ്ലാൻ. സോ ഇതൊരു കൈൻഡ് ഓഫ് ട്രയൽ പീരീഡ് ആണ്. അത് കഴിഞ്ഞിട്ടേ ഞാൻ ശരിക്കും തീരുമാനിക്കുള്ളൂ. അപ്പൊ അവസാനമായിട്ട് കൃഷ്ണാനന്ദിനോട് ചോദിക്കാനുള്ളത്, ഇപ്പം ഐസറിലേക്ക് വരണം എന്ന് വിചാരിക്കുന്ന കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ PhDക്ക് ഇറങ്ങണം എന്ന് വിചാരിക്കുന്ന മാസ്റ്റേഴ്സ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആയിക്കോട്ടെ, അവർക്കൊക്കെ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ എന്താണ് കൃഷ്ണാനന്ദിന് പറയാനുള്ളത്? അപ്പൊ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഫൈനൽ പീസ് ഓഫ് അഡ്വൈസ്. ഓക്കെ, ഞാൻ പറയുകയാണെങ്കിൽ സയൻസിനോട് അത്രയും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഡ്രിവൺ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫീൽഡിലേക്ക് വരാൻ പാടുള്ളൂ, റിസർച്ച് എന്ന ഫീൽഡിലേക്ക്. അഥവാ ഈവൺ ഇഫ് ടീച്ചിങ് എന്നൊരു പാഷനുള്ള ആൾക്കാർക്കും ഐസറിലേക്ക് വരാം, അത് കഴിഞ്ഞിട്ട് ടീച്ചിങ് പെർസ്യൂ ചെയ്യാം. പക്ഷെ ജോബ് പക്കാ ഒരു മണി ഡ്രിവൺ ജോബ് വേണം, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ജോബിന് വേണ്ടിയിട്ടാണ് ഐസറിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഐസർ ഇപ്പോൾ കുറച്ചും കൂടെ പ്രസ്റ്റീജിയസ് ആയി, സോ നാട്ടുകാരുടെ മുന്നിൽ ഐസറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഐസറിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക, ട്രൈ ചെയ്യാതിരിക്കുക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ക്യൂരിയോസിറ്റി ഡ്രിവൺ ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലും നമുക്ക് സാലറി കിട്ടുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് നമ്മൾ ഇടണം. ഒരു 9 to 5 ജോബ് തന്നെ തന്നെയാണ്, പക്ഷെ ആ 9 to 5 ജോബ് നമ്മൾ മാനേജ് ചെയ്താൽ പോലും ആ സമയത്ത് മൊത്തം നമ്മൾ നമ്മുടെ ഒരു ഐഡിയാസും അല്ലെങ്കിൽ നമ്മുടെ ക്യൂരിയോസിറ്റീസും ഒക്കെ പുട്ട് ഇൻ ചെയ്തിട്ട് സാധാ ഒരു 9 to 5 ജോബിനെക്കാട്ടും എഫേർട്ട് ഉണ്ട് ഈ ഒരു റിസർച്ച് എന്നൊരു ഫീൽഡിലേക്ക് വരുമ്പോൾ. സോ അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഐസറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതിൽ തന്നെ സബ് ഫീൽഡ്സ് ഉള്ളതിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. ഏത് സബ് ഫീൽഡിലാണ് എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുകയെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് PhDക്ക് അപ്ലൈ ചെയ്യുക. പറഞ്ഞ പോലെ തന്നെ നല്ല സ്ട്രോങ് അപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക, PhDക്ക് അപ്ലൈ ചെയ്യുക. PhD അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ട്രയൽ പീരീഡ് നോക്കുക, ഇപ്പോഴും ഞാൻ റിസർച്ചിന് പറ്റിയ ഒരാളാണോ. അത് കഴിഞ്ഞിട്ട്, കാരണം PhD കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. മേ ബി പറഞ്ഞ പോലെ നല്ലൊരു ഹൈ സാലറി കിട്ടുന്ന ജോബിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ജോബിന് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോഴും ഓപ്പർച്യൂണിറ്റീസിന് ഒരു കുറവില്ല. പക്ഷെ റിസർച്ച് ഫീൽഡിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ഈ ഫീൽഡിലേക്ക് വരാം. അപ്പോൾ താങ്ക് യു കൃഷ്ണാനന്ദ് ഫോർ കമ്മിങ് ടു അവർ ഷോ. ഇത് ഐസറിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും, ഐസറിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഒക്കെ വേറെ കോളേജുകളിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ അവർക്കൊക്കെ ഒരുപാട് ഇൻസൈറ്റുകൾ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ തന്നെയായിരിക്കും, ഒരു കോൺവെർസേഷൻ തന്നെയായിരിക്കും ഇത്. അതേപോലെ നമുക്ക് ഒരുപാട് ഗൈഡ് ലൈൻസ് എങ്ങനെയൊക്കെ ചെയ്യണം, പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂബിൾ ആയിട്ടുള്ള സെഷൻ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ കമ്മിങ് ടു അവർ ഷോ. Thank you so much.